ദില്ലി സ്ഫോടനത്തിന് ശേഷം പള്ളികൾ കേന്ദ്രീകരിച്ച് കേന്ദ്രത്തിൻ്റെ ഒരു വമ്പൻ തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാർ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട്. അതായത് ദില്ലി സ്ഫോടനം നടന്നതിന് ശേഷം ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത്, അതായത് ഉത്തർപ്രദേശിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കാരം എന്ന് പറയുന്നത് കനത്ത ജാഗ്രതയാണ്. സർക്കാർ കനത്ത ജാഗ്രതയാണ് എങ്ങും എടുത്തിരിക്കുന്നത്. പോരാത്തതിന് ഉത്തർപ്രദേശിലെ ആഗ്ര അടക്കമുള്ള പ്രദേശങ്ങളിലെ പള്ളികളിൽ താമസിക്കുന്ന പുറത്തു നിന്നുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് അധികൃതർ പള്ളികൾക്ക് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശിലെ പള്ളികൾ എന്ന് പറയുമ്പോൾ അത് വെറും പള്ളികൾ മാത്രമല്ല, അതിനോട് ചേർന്ന് മദ്രസകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സമുച്ചയമായിട്ടായിരിക്കും അത് നിർമ്മിച്ചിരിക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അവിടെ പുറത്തു നിന്നും വന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടോ? പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരിക്കാം. അപ്പോൾ ഇവരുടെ എല്ലാം കണക്കെല്ലാം കൃത്യമായി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഈ പള്ളികൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രത അദ്ദേഹം പുലർത്തുന്നുണ്ടെന്നും ഈ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ആരെങ്കിലും വന്ന് താമസിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഫയലുകൾ തുറക്കാനും ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഇപ്പോൾ അവിടെയുള്ള പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് കേന്ദ്രത്തിൻ്റെ ഒരു വലിയ നിർദ്ദേശമാണ്. ഇനി കേരളത്തിലേക്ക് നിർദ്ദേശം എത്തിയിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു നിർദ്ദേശം എത്തിയാൽ തന്നെയും നമ്മുടെ സർക്കാർ ഇത് പുറത്തുവിടാനുള്ള ഒരു സാധ്യതയില്ല. സർക്കാർ അത് പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.